സെവൻ സെവൻ. അടിയടാ മാപ്പിളെ അടിക്കാനാണ് അടിച്ചണ്ടാ. അതെ കറക്റ്റ് അടിച്ചണ്ടാ മാപ്പിളെ. സൂപ്പറാ സൂപ്പർ മാപ്പിളെ. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പണ്ടത്തെ മാംഗ്ലൂരു സെറ്റപ്പിലുള്ള വീട്. ഓക്കെ. ഓ ഇത് കൊള്ളാല്ലേ, സെറ്റല്ലേ വീടൊക്കെ. പണ്ടത്തെ തൊട്ടിൽ ചക്കില് മറ്റേ വെണ്ണ ആട്ടുന്നില്ലേ ആ സാധനം. ഇതെന്തുവാടെ ചപ്പാത്തി എന്താ ചെയ്യാ. ഓ സെറ്റ് മോനെ. ഓക്കെ ഇതെങ്ങനെയുണ്ട്, ഇതല്ലേ സെറ്റ്. നല്ല കറക്റ്റ് പശു തന്നെ. എങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണോ കേട്ടോ. പക്ഷെ അതിൻ്റെ ഒരു കണ്ടറിഞ്ഞാലറിയോ എങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അത്ര ഒറിജിനലായിട്ട് തോന്നിക്കും. ബാഹുബലിയിലെ കാള ആട്ടാരൊന്നും പുല്ല് കൊടുക്കുന്നുണ്ട് കേട്ടാ. എൻ്റെ കൂടെ വന്ന് വരുത്തുന്നതാ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വരും. ഓക്കെ നമുക്ക് ഇനി വെളിയിലോട്ട് പോകാം കേട്ടോ. വെളിയിൽ എങ്ങനെ നോക്കാം. ഇതാണ് മറ്റേ പണ്ടത്തെ പെട്ടി, അലമാര പണപ്പെട്ടി. വെളിയിലിറങ്ങിയ വെളിയിൽ ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് ടോയ്ലറ്റാണ്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണ്ട. കുറേ പേരൊക്കെ വന്നിരുന്ന് വീഡിയോ എടുപ്പും ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനാണല്ലോ ദൈവമേ 250 കൊടുത്തെന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ചെറിയൊരു വിഷമം. ഓക്കെ കുഴപ്പമില്ല, എങ്കിലും ഇതിനകത്ത് കാണാൻ കുറച്ചുണ്ട്. ഇത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂരു നമ്മുടെ ഹെബ്ബാളില്ലേ, ഹെബ്ബാൾ നമ്മുടെ ജഗ്ഗൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബാംഗ്ലൂർ ജഗ്ഗൂർ. നമുക്ക് എങ്ങനെ വരാമെന്ന് വെച്ചാൽ നമ്മുടെ മാളാഫേഷ്യയില്ലേ അവിടെ നിന്ന് അതിൽ നിന്നൊരു 2 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ വെളിയിൽ വന്നാൽ ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടായിരുന്നു പണ്ടത്തെ എന്തോ സെറ്റപ്പാണ്. തോക്കുണ്ട്, പട്ടിയുണ്ട്, കോളാമ്പിയുണ്ട്, കുറേ മാമ്മന്മാരുണ്ട്. പിന്നെ 2 പെമ്പിളേരോടെ ഒന്ന് കളിച്ചോണ്ടിരിക്കുന്നത്. ആരാണെന്ന് നമുക്കറിഞ്ഞൂടാ. വിട്ടള വാ. ഇതെങ്ങനെയുണ്ട്? അത് മറ്റേ ആ ചട്ടി കണക്കിരിക്കുന്ന എന്തുവാണ്? ആർക്കറിയാം. ചക്രമാണ്. ഗൗഡ്സ് വേണ്ട. കൊള്ളാം. ആൾക്കാർ കുറേ പേരുണ്ട് കേട്ടോ. ഓ മറ്റേ കാളവണ്ടിയും അതിൻ്റെ കൂടെ കുറേ സാധനങ്ങൾ. പക്ഷെ ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ അത്രയും ഒറിജിനലായിട്ട് നമുക്ക് തോന്നിക്കും കേട്ടോ. ഇത് നമ്മളെ പഴയ ബാംഗ്ലൂർ മോഡലിലുള്ള വീടുകളാണ്. ഏതൊരു ചെക്കൻ ഏതൊരു പെണ്ണിനെ അങ്ങോട്ട് കല്യാണം കഴിച്ച് വന്നപ്പോൾ ഒരാളല്ല കേട്ടോ, 2 പേരുണ്ട്. 2 കല്യാണം നടന്നേക്കുന്നു. വീടൊക്കെ സെറ്റപ്പാണ്. പണ്ടത്തെ മോഡലല്ലേ, നൈസായിരിക്കും. ഇവിടെ എല്ലാവർക്കും ഒന്ന് കാണാൻ കേട്ടോ. ഇത് എന്തുവായിരുന്നു, പണ്ടത്തെ ഏതോ റിസോർട്ടാണെന്നാണ് പറയുന്നത്. എനിക്ക് കണ്ടിട്ടൊന്നും തോന്നല്ലേ. ഏതോ അപ്പൂപ്പന്മാരൊക്കെ ഇറങ്ങി വെളി എന്നിട്ട് എന്ത് പറയേ 250 രൂപ പോയി. ഇത് അടുത്ത സ്ഥലം പിള്ളേരൊക്കെ കളിക്കുന്നത് മിക്കവാറും സ്കൂളായിരിക്കും. ഇത് മറ്റേ പണ്ഡിതന്മാരെ സെറ്റപ്പാണ് കേട്ടോ. മറ്റേ നമ്പൂതിരിമാരൊക്കെ വന്നിരുന്ന് കബഡി നിരത്തുന്ന സ്ഥലം. ബ്രാഹ്മിൻസ് കോംപ്ലക്സ് ഉണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ബ്രാഹ്മണന്മാരുള്ള എന്തോ കോംപ്ലക്സ് ആണ്. നമുക്ക് അതിൻ്റെ കോംപ്ലക്സ് ഒന്നും നോക്കണ്ട, വേണ്ട വിട്ടതാ. ഇതാണ് പണ്ടത്തെ സ്വർണ്ണക്കട. എന്താ അപ്പം വരുന്ന ഊതണോണ്ടേ കുറേ മളയും സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. ചട്ടിക്കകത്തായിരുന്ന പരിപാടി കേട്ടാ. ഓക്കെ ഇത് നമ്മുടെ പണ്ടത്തെ കട, പലവ്യഞ്ജനക്കട ഉണ്ടോ.
ഉരുളക്കിഴങ്ങ് മറ്റേ ഉരുളൻ കല്ലൊക്കെ പറക്കി വെച്ചിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? അരിപ്പൊരി എല്ലാം ഉണ്ട്. അപ്പച്ചൻ്റെ കൈ കണ്ട ത്രാസ്, പണ്ടത്തെ ത്രാസിലാണ് ഇപ്പോഴും. കൊള്ളാം, പണ്ടത്തെ ത്രാസിലാണ് ഇപ്പോഴും. പണ്ടത്തെ ത്രാസിലൊക്കെ ആയിരുന്നു അവർ തൂക്കി കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇത് നമ്മളെ അടുത്തത് നമ്മുടെ എന്താ പറയുക, അപ്പച്ച നിന്ന് തയ്ക്കുന്നതാണ്. ടൈലർ ഷോപ്പാണ്, പണ്ടത്തെ ടൈലർ ഷോപ്പ്. അങ്ങനെയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു പാവട വെച്ചുകൊണ്ടിരിക്കുകയാണ്. വിട്ടതാ. ഇതാണ് നമ്മുടെ പണ്ടത്തെ വൈദ്യന്മാരൊക്കെ നമുക്ക് എന്തുവാ കൈയൊക്കെ ഒടിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. വന്നതുകൊണ്ട് ആൾക്കാലത്ത് ഓരോ പേരുണ്ട് കേട്ടോ. പക്ഷെ വന്നതിന് നല്ല നൈസാ. നമുക്കിനി പക്ഷെ ഇത് അകത്ത് നൈസാണ് കേട്ടോ. വന്ന് കാണാൻ പറ്റിയാലും ബെറ്റർ ആയിരിക്കും. ഫ്രണ്ട്സായിട്ടൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇറങ്ങിയാൽ കൊള്ളാം. വീടൊക്കെ എങ്ങനെ ഒരു സെറ്റല്ലേ, ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. പണ്ടത്തെ ഒരു വീടിനകത്ത് വന്ന സെറ്റപ്പ്. എൻ്റെ കുടുംബ വീടും ഈ എന്താ പറയുക പണ്ടത്തെ മച്ചക്കൊള്ളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഓടാ വീഡിയോ എടുത്തിട്ടിരിക്കേണ്ട ഏണ്ടാ ഇപ്പി പേസാ. ചെറുക്കിന് ചട്ടിയിടാൻ നിർത്തിയത്. ഇവൻ്റെ കാര്യം ഞാൻ പറയാം. അപ്പോൾ നമ്മളിവിടെ നേരത്തെ കണ്ട സ്ഥലമാണ് വെളിയിറങ്ങാൻ. അവനിനി പുല്ല് കൊടുത്താലേ പറ്റുള്ളൂ. കൊടു വാ വെളിയിറങ്ങണ. വാ ഇവിടെ കുറേ പേരുണ്ട്. മറ്റേ അപ്പന്മാരെ സെറ്റപ്പാണ് കേട്ടോ. அந்த டைம்ல இது இருக்கா மாப்ள பஞ்சாயத்தா? இல்ல மாப்ள அந்த டைம் இது இருக்கா மாப்ள? இத பாறா ഈ സ്റ്റിക്കൊക്കെ അതെല്ലാം ഓവറല്ലേ. ആ കാലത്ത് ഇതേപോലത്തെ സ്റ്റിക്കൊക്കെ വെച്ച് ആര് നടക്കാനാണ്? പല തടിക്കഷ്ണം കൊടുത്തത് ആൾക്കാർ വിശ്വസിച്ചത്. ഇവൻ ചട്ടി ഇല്ലാത്തതും അതേപോലത്തെ സാധനം മാത്രമേ കാണുന്നുള്ളൂ. അയ്യോ ചെറുക്കാനെ കുളിപ്പിക്കുന്ന നോക്കിയേ. ഒരു തോർത്ത് കിട്ടറാടെ ചെറുക്ക, തോർത്തെങ്കിലും കെട്ടിയിരിക്കടാ. ശേ സെൻസറായിട്ട്. ഇതാണ് പശുക്കുട്ടിയെ കൊള്ളാം കേട്ടാ. പുള്ളിപ്പശു മച്ചാ, പുള്ളിപ്പശു കാറം പശുവാ. അളയാ സുഖമല്ലേ? അളയാ സുഖം. വിശാഖ കാവനായിട്ട് ഇരിക്കുന്ന നോക്കിയാണ് അടുത്ത്. എന്നിട്ട് പോടാ. അടുത്ത തലത്തെത്തി. അയ്യോ അമ്മച്ചി പാല് ഇറക്കുന്ന പണ്ടത്തെ പാലും പാത്രമൊക്കെയാണ് കേട്ടത്. പാലും പാത്രം ഇത് മറ്റേ എന്തോന്നു അളവ് പാത്രമൊക്കെയാണ്. മത്തങ്ങയൊക്കെ ഇരിക്കണണ്ട. അങ്ങനെയുണ്ട്. എന്താണ് മൺപാത്രമാണ്. പൂച്ച സാർ അന്ന് നിന്ന് സെറ്റാണ് കേട്ടാ. പൂച്ച സാർ ഇത് പശു തന്നെയാടേ. മച്ചാ അവിടെ ഒറിജിനലാ ഇരിക്കില്ലേ? എനിക്ക് തോന്നുന്ന പശുവാണോ അതോ ബാഹുബലിയിലെ പശുവാണെന്നോ? ബാഹുബലിയിലെ പശു ആയിരിക്കൂടാ. പാത്രം കഴുകുന്നുണ്ട്, ഒരാൾ കോലം വരയ്ക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് എല്ലായിടത്തിലും എതുക്കടാ പശു വിട്ടിരിക്കാണെങ്കിൽ എവിടെ നോക്കിയാലും പശു. ഇതാണ് നൈസ്. ഇങ്ങ വാ. சரி வரேன். விட மாட்டான். ஏன்டா இப்படி பண்ற? വിയേഴ്സ് ഹൗസ്. പട്ടുനൂൽ കൈത്തറി പട്ടുനൂലെന്നൊക്കെ കൈത്തറി നൈസല്ലേ. ഈ മെഷീനൊക്കെ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ.
ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വയസ്സൊന്നുമില്ല. ചെറുപ്പകാലം എന്ന് പറയുമ്പോൾ ഞാനൊരു 10-ലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. ഇത് തന്നെയാണോ അത്? ബെഡാ 62 ഇതൊക്കെ കുറച്ച് ഓവറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭാരതി ആറാ? ஓ எதுக்கா இப்படி பார்க்குறான்? ஏய் கண்ணை சூம் பண்ணு, கண்ணு எப்படி இருக்கு? ஓ என்ன அப்படி இவ்வளோ இப்படி பண்ணி வச்சிருக்கானுங்க. ചെറുക്കൻ്റെ ഉള്ളിലെ ഫോട്ടോഗ്രാഫിന് ഉടർന്നിരിക്കുകയാണ്. ഡേയ് വാവല്ലടാ, குளிக்க வைக்கிறது ஓகே, எதுக்குறா அந்த பூனை ஏன் இப்படி பார்க்குது பாரு? எதுக்கு அந்த பூனை இப்படி பார்க்குது? പൂച്ചന്ദ്രൻ എങ്ങനെ നോക്കുന്നേ? കൊച്ചിനെ കുളിപ്പിക്കുന്ന ഓക്കെ. ഇത് നമ്മളെ മറ്റേ വാസവണ്ണ കണക്കൊണ്ട് വാസവണ്ണ കഴിഞ്ഞ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. വാസവണ്ണ കഥവിൻ്റെ ധൈര്യം നിൽക്കുന്ന കണക്കുണ്ട്. ഇത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ഈ സെറ്റപ്പ്. ഇതൊക്കെ എപ്പോഴും കാണാൻ പറ്റുന്ന സാധനമേ അല്ല കേസ്. മാപ്പിളയെന്ന് ചൊല്ലിയിട്ട് പോகிறது തലയിടിക്കാൻ നോക്കും, അല്ലെങ്കിൽ തലയൊക്കെ മുഴച്ചു പോകും. ദൈവമേ തലയിടിക്കും. മാറണ എടാ ഇത് ഡോഗേഷ് ആൻഡ് ഫാമിലി വിട്ടേക്ക്. ഡോഗേഷ് ആൻഡ് ഫാമിലി. ഇതിനകത്തൊക്കെ എന്തിനാണ് പശുവിനെ കയറ്റി വിട്ടേക്കുന്നവന്മാര്? ചക്ക. ഓ ചക്ക ആയിരുന്നു കേട്ടാ. ആട്ടുന്നുണ്ട് കുറേ ഇട്ട്. ഇത് കൊള്ളാടാ, ഇത് കൊള്ളാം കേട്ടാ. ആ ഇത് ഓക്കെടാ, വിറവ് വെച്ചിക്ക് നോക്കടാ. ഇവനൊരുത്തിന് ഡ്രസ്സില്ലെന്നും പറഞ്ഞ അതിൻ്റെ വിഷമം. அந்த காலத்தில் குழந்தைங்கெல்லாம் ட்ரெஸ் போட மாட்டாங்கடா, ஃப்ரீயாக விட்டுருப்பானுங்க. குழந்தையும் ஊர் பார்த்து வளரட்டும்னு. പട്ടി കോഴി. ഇത് പശു ചെമ്മരിയാടൊക്കെ ഉണ്ടല്ലോടാ. ജോയിന്റ് ഫാമിലി. சரி சரி சரி. எப்படி மாப்பிள்ள உனக்கு அதெல்லாம் தெரியுது? തുണി കഴുകുന്നുണ്ടോ? തുണി ஆமாடா, என் ஃப்ரெண்டு நீ தான் மாப்பிள்ள, என் ஃப்ரெண்டு நீ தான்டா. இப்போ நீயா அது? ഇസ്തിരി കട എല്ലാം ഉണ്ട് കേട്ടാ. കഴുത വരെ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്. 250 രൂപയ്ക്ക് അവന്മാർ ഇവിടെ മൊത്തം നടത്തിച്ചിട്ട് വിടുകയുള്ളൂ. ഓ ഇതാണ് മറ്റേ പാവം ഉണ്ടാക്കുന്ന കേട്ടാ. പക്ഷേ ഈ വ്യൂ നോക്കിയാണ് സെറ്റല്ലേ. ആട്ടുംകൂടെ കുറേ ഉണ്ട് കേട്ടോ, കുറേ ആടുണ്ട്. മദർ ഹൗസ് എന്നൊക്കെ. മെദർ ഹൗസ് എന്ന് പറയാൻ എന്തു പറയും? ആർക്കറിയാം. ഇവിടെയും കോഴിയുണ്ട്, കോഴിപ്പര ആയിരിക്കും, ആർക്കറിയാം. പോട്ടർ ഹൗസ്. ഇവിടെയാണ് കളിമണ്ണ് കൊണ്ടുവച്ച് എല്ലാവരും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. സെറ്റല്ലേ? കുറേ ചട്ടിയും പാത്രമൊക്കെ ഇരിപ്പുണ്ട്. ഒരു മാമ ഇവിടെ നിന്ന് മണ്ണ് ഒഴിക്കുന്നുണ്ട്.
முடி வெட்டுறியா சட்டிக்கடா செம்பு பாய் கடை ஈயம் பூசுறதா വീട്ട മൊണ്ടക്ക് കാക്കേനൊക്കെ വെച്ചിട്ടുണ്ടേ ഓ ഷേവിങ് ആളെ ഷേവ് ചെയ്ത് കുട്ടപ്പനാവാ ആറാ കുമാര് കഞ്ച അടിക്കുന്നത് കുമാര് കഞ്ച അടിക്കുന്നതാ അവർ തരുന്നത് ആളെ ഇരുന്ന് വലിക്കുന്നു ഇതെങ്ങനെയുണ്ട് ഇത് തെറ്റല്ലേ എന്താ ഡാൻസ് തെറ്റപ്പ ഇതാണ് ആല പണ്ടത്തെ ആല ഇത് കൊള്ളാം കേട്ടോ ആശാരി ഇവിടെയാണ് മറ്റേ ചക്രങ്ങളും പിന്നെ തടിയൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ മേശാച്ച് അങ്ങനത്തെ സെറ്റപ്പ് കാർപ്പൻ്റർ ഇതും സെയിം സാധനം മറ്റേ ചക്രം കൊണ്ട് സെറ്റപ്പൊക്കെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആർക്കറിയാം. കുടത്തിലൊക്കെ വെള്ളം ഇതാറാ മാപ്പിളെ എന്നാ കടവാസ് ഹൗസാ കടവാസ് கூர்கா இந்த மாதிரி தான் ட்ரெஸ் போடுவாங்க அந்த காலத்தில். எல்லா இடத்துலையும் டாகேஷ் பாய் தான் மாப்பிள்ள பாரு எப்படி படுத்துற സ്കൂൾറാ ഇതെങ്ങനെയുണ്ട് സ്കൂൾ സെറ്റല്ലേ? இதுக்குதான் மாப்பிள்ள படிக்க விட்ட டைமில் படிக்க போகணுங்கிற സെറ്റല്ലേ? കുറേ പിള്ളേരൊക്കെ ഉണ്ട്. സ്ലേറ്റ് ഞാൻ സ്ലേറ്റിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും സ്ലേറ്റിൽ എഴുതിയിട്ടുണ്ടാ? മറ്റേ നീ സ്ലേറ്റ് യൂസ് പണിയിരിക്കാ മാപ്പിളെ? എന്താ എച്ചി തൊട്ട് വെച്ചി കർമ്മം ഇല്ല മാപ്പിള. നമുക്ക് அந்த இது கரைச்சிருக்குல்ல மாப்பிள லக்கு ஸ்லேட்லெல்லாம் யூஸ் பண்ணுறது இல்லை கோட்டு ஏன் சொன்னாங்கண்டா பஞ்சாயத்தா? പഞ്ചായത്ത് കട്ടി. പണ്ടത്തെ കിണർ കണ്ടിട്ടുണ്ടോ ഗൈസ് നിങ്ങളാരെങ്കിലും? ഇതാണ് കിണർ. കിണറിൽ ഒരാളിൽ നിന്ന് വെള്ളം വലിക്കുന്നുണ്ടാ. ഈ മരത്തിൽ നിന്നുള്ള ഇലയൊക്കെ വന്ന് വീണു. അമ്മച്ചിതാ വെള്ളം കോരി മരിക്കുകയാണ്. മീൻകാരി അതുകൊണ്ട് മത്തി ചൂര പിള്ളേർ കളിക്കുന്നു. വറവ് കൊണ്ടുപോകുന്നു. കോഴി കൽപ്പണി ഇതിലാണ് നമ്മളെ പണ്ട് ഞാൻ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളാരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പണ്ട് വരെ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് തന്നെ ഈ കുറേ അമ്മച്ചിമാരൊക്കെ ഇരുന്ന് ഇതേപോലെ പരിപാടി. ഈ വീട് കണ്ടാൽ എങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്? എന്തായിട്ട് തോന്നുന്നുണ്ട്? എനിക്കൊന്നും തോന്നുന്നില്ല. ഈ പൊട്ട എന്തോ പറയുന്നത്. എന്റെ വീടാ? എന്താ വീടാ இருக்குமா? ഇത് என்ன வீடா இருக்கும்? மீன்கார வீடு இப்படியாதான் இருக்கும். எவன்டா எழுதி வச்சிருக்கான்? ഇത് മീൻകാര വീടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? നോക്കിയാണ്. അടാ ഒരു മീനില്ലടാ. ഫിഷർമാൻ ഹൗസാ തെരിയില്ല. ലൈംസ്റ്റോൺ മേക്കർ ഹൗസ്. ഇതാണ് മറ്റേ ആലയെന്ന് തോന്നുന്നു കേട്ടാ. എന്തോ സെറ്റപ്പാണ്. കുറെ ആടുണ്ട്. ചെരുപ്പടേ. താത്ത ഓൺ ഫയർ. താത്ത വരാറ്. ചട്ടി എഴുതുന്നു. മുറം പന്നിക്കുട്ടി. അവളെ ഫ്രണ്ട്സ് இருக்காங்கடா.
இது ஓகே. இது எதுக்கு அங்கே வந்து அப்படி பார்த்துட்டு இருக்கு? ஏன்டா பண்ணி எப்படி பார்க்குறானுங்க? നമ്മളിപ്പം അടുത്ത് പോകുന്നത് ട്രഡീഷണൽ ഫാമിംഗ് സിസ്റ്റം. ഓക്കെ, താത്ത വരാറ് കതറ ഊടാ പോറാറ് എന്തൊക്കെയുണ്ട് ഗൈസ്. ஏய் சீசா, அந்த காலத்துலேயும் சீசா இருந்துச்சா? எப்படா நம்ப முடியும் இதெல்லாம்? எனக்கு மாப்பிள்ள இதெல்லாம் நம்ப மாட்டேன் மாப்பிள்ள. என்ன என்ன அவன் சுத்துறான் பின்னாடி இருந்து? மாப்பிள்ள இந்த நெல்லு மாப்பிள்ள கீழே வந்து நெல்லு போட்டிருப்பாங்க. மெல்லா? நெல்லு மில்லா? அரிசி இருக்குல்ல, சாப்பிட்ற அரிசி, அது கீழே போட்டு மாட்டோட வாயெல்லாம் போட்டிடுவாங்க. தெரியுதா? மூடி இருக்கு. சில மாட்டோட வாயை மூடலை, மூடி அதை அப்படி காய வைக்கணும். நல்லா இருக்கு மாப்பிள்ள. கரெக்ட். ஆனால் பேர் காய வச்சு அதை அப்படியே இது பண்ணுறாங்க. അമ്മ അരി എന്തോ സെറ്റപ്പ് ചെയ്യണം കേട്ടാ. എനിക്കറിഞ്ഞൂടാ, ഈ പൊട്ട എന്തൊക്കെ പറയുന്നുണ്ട്. അളയാ അവനെന്തോ പറയുന്നുണ്ട്, അതായിരിക്കും സെറ്റപ്പ്. ഓ ഇത് കൊള്ളാം കേട്ടാ. ബാഹുബലി, എൻ്റെ ബാഹുബലിയിലെ കാള. ഇവൻ വച്ചാണ് തരുക മാപ്പിള. മാട്ടിൻ്റെ ഒക്കെ ഞരമ്പ് നോക്കിയാണ് തെളിഞ്ഞു കാണുന്നില്ല. ഏയ് കുമാരൻ, നീ വേറെ വല്ല പണിയെടുക്കേണ്ട. ഇതൊക്കെ എങ്ങനെയുണ്ട്? ഇത് സെറ്റല്ലേ? വൈകിട്ട് വന്ന സെറ്റാണ് കേട്ടാ. എല്ലാവർക്കും നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊക്കെ വരുവാണെങ്കിൽ നൈസ് വ്യൂ ആണ്. ഇത് കഴിഞ്ഞാൽ അപ്പുറത്ത് ലേക്കാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡ് ലേക്കാണ്. പക്ഷെ നല്ലൊരു അവിഞ്ഞ വാടയാണ്. കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. തേങ്ങടാ മാപ്പിളെ, അവളെ തേങ്ങ എടുക്കടാ, തേങ്ങ. ഇത് സെറ്റല്ലേ? എങ്ങനെയുണ്ട്? ഇതാണ് പണ്ടത്തെ മാർക്കറ്റ്. ഉള്ളിയുണ്ട്, സവാള, തക്കാളി, തേങ്ങ, കോളിഫ്ലവർ, പഴം തൊട്ട് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സാമാനം കിട്ടുമെന്നാണ് പറയണം. ക്യാരറ്റ് ഉണ്ടോ? ഇതാണ് പശുക്കളെയൊക്കെ വിൽക്കുന്ന മാർക്കറ്റ് കേട്ടോ. എങ്ങനെയുണ്ട്? ഈ ഈറുള്ളി എന്ന് പറയുന്ന സാധനം വേറെ ഒന്നുമല്ല, നമ്മുടെ നാട്ടിലെ ഉള്ളിയാണ്. ഉള്ളിയാണ് ഈ ഈറുള്ളി എന്ന് പറയണത്. ഓക്കെ, ഇഫ് യു നോ കന്നഡ, ജസ്റ്റ് യു ഗൈസ് വിൽ ഗെറ്റ് വാട്ട് ഐ എം ടെല്ലിങ്. ഞാൻ എന്ത് തേങ്ങയുടെ പറയുന്നത്? ഇതെന്നാ പണ്ടാ? மாட்டை படுக்க வச்சதோ பண்றானுங்களா? என்ன என்ன பண்றானுங்க? லாடமா? கேட்டிருக்கா, இப்பதான் பாக்குறேன். இதெல்லாம் வரும் மாப்பிள்ள. அந்த காலத்து இந்த மாதிரி இது இருக்குமா? ஹோட்டலா? ஆமால. ஏய் உள்ள இவ்வளவு இருக்குடா. ஏய் மாப்பிள்ள, ஏய் குமார், டேய் எங்கடா வந்திருக்கோம்? அவ்வளோதானே, முடிஞ்சா? നമ്മളിപ്പോൾ എവിടെ വന്ന് ഇറങ്ങിയത്? ഏതോ நம்ம வந்த இடம் மாதிரியாடா இருக்கு. சைனாக்கு வந்த இடம் மாதிரி இருக்கு. 250 வர்த்து தானே? வர்த்து கிடையாது, ஆனால் புதுசாக ஒன்று ட்ரை பண்ணோம். புதுசாக ட்ரை பண்ண மாதிரி இருக்கு. எப்படி ஒரு ஆர்டிஸ்டால் பண்ண முடியுமா அப்படிங்கிறது. ஆமாம், ஆனால் இந்த மாதிரியெல்லாம் பண்ணுவானுங்க தெரியல மாப்பிள்ள. ஆமா, நீ பாக்க பண்றியா? ஏய் குதிரை குதிரைடா, குதிரை குதிரை കുതിര പോയാ. ഓ ഇതാണ് പണ്ടത്തെ മറ്റേ
ഗുസ്തി സ്ഥലം. തലയൊക്കെ ഇടിച്ചു ചേർത്തിരിക്കുന്നുണ്ടോ മാപ്പിളെ? തലയൊക്കെയാണ് അടിച്ചു ചേർത്തിരിക്കുന്നത്. അതാണ് കൊച്ച് സെറ്റായിട്ട് പോകുന്നുണ്ട് കേട്ടോ. കൊള്ളാം കേട്ടോ. പക്ഷെ നമ്മൾ വന്നതിൽ 250 വർത്താണോ ചോദിച്ചാൽ അല്ല, എങ്കിലും ഓക്കെ. കുറേ നാളിന് ശേഷമാണ് ഞങ്ങളൊന്ന് വെളിയിൽ ഇറങ്ങുന്നത്. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വർത്താണ് ഗൈസ്. കൊച്ച് സെറ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. പേടിയൊന്നുമില്ല, അത് പോകണം നോക്കിയാൽ. പറ്റിച്ച് ഗൈസ്. കുതിരയ്ക്ക് നമുക്ക് കയറാൻ പറ്റത്തില്ല, കൊച്ചു പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ. കുതിര സെറ്റല്ലേ? ഓ ഒരു രക്ഷയല്ല കേട്ടോ, ചേറൊക്കെ സെറ്റപ്പ്. ഓഹോ ഓ ഏതോ പണ്ടാവാ. അയ്യോ അടുത്ത് വരുന്നത് കഴിഞ്ഞേട്ടാ. എന്തൊക്കെയോ ഉണ്ട് ചേട്ടാ. കാറടേ മാപ്പിളെ, കാറ് അങ്ങ പറ കാറാ ഓർഡറിയാ? ഇത് ഓർഡറിയാ മാപ്പിളെ? കൊച്ചുങ്ങളായിട്ടൊക്കെ വന്ന നൈസാണ് കേട്ടാ. കൊച്ചുങ്ങളായിട്ട് വരണം എങ്കിലേ കാര്യമുള്ളൂ. ഓളാം കുറേ വണ്ടിയുണ്ട്. സൈക്കിൾ ഇരിക്കും മാപ്പിളെ. 3 പേര് പോലാണ്ടാ, 2 പേര് പോലാണ്ടാ மாப்பிள்ள. ஏதாவது பண்ணு மாப்பிள்ள, ஏதாவது ஆக்டிவிட்டி பண்ணு மாப்பிள்ள. நீ புல்டோசர் இருக்கு பாரு. சைக்கிள் போடலாம் கடை. எந்தோன்னு இது டயரா இல்லை மாப்பிள்ள? டயரா இது இல்லை வேற ஏதாவதா? டிப்பருக்கு போகிற டயரெல்லாம் எடுத்து போட்டிருக்கானுங்கடா. இதுதான் ஆக்டிவிட்டி இருக்குங்க. ബുക്സ് ആണ് കേട്ടാ. വലിയ അഗതി ഒക്കെ സാധനമുണ്ട് കാശ്. ഓ പണ്ടത്തെ സെറ്റപ്പിലുള്ള സാധനങ്ങളാണ് മാപ്പിളെ. சுட்டு போடுறா டே. மாப்பிள இது ஏதாவது பண்றியா? நீ முடியுமா? பண்றியா? கூப்பிடு. கன்னு கண்டுட்டா கைஸ். கன் யாரும் அங்கே இருக்கு மாப்பிள? எனக்கு அந்த பென்குயின் வேணும். ஓகே பென்குயின் வேணும். ஓகே மறந்துடா, அந்த பென்குயின் வாங்கிட்டு தான் போனோம். கூப்பிடுறா. ஆள் இல்லையாடா? பண்ணிடுறாடே, முடியும்டா உன்னால. வெடி வைக்க தெரியுமாடா? உனக்கு ஷூட் பண்ண தெரியுமா? அதெல்லாம் எனக்கு தெரியாதப்பா. যদি আপনি অনুমতি দেন তাহলে এক্ষুনি ওকে বাইরে বার করে দিচ্ছি। আরে এই বোকা, তুই দেখতে পাচ্ছিস আগেই যদি আমাদের কাছে ক্ষমা চেয়ে নিতি তাহলে সারা জীবন তোকে সুখে শান্তিতে জীবন কাটাতে দিতাম। আடிকেও ভালো, কিন্তু সেই সব সুযোগ তুই হারিয়েছিস। এখন তোকে ভগবান হিসেবে আরে পড়া। seven അടിക്കടാ തെറ്റി ഏതെങ്കിലും ഒന്ന്. മാപ്പിള ഡേയ് ആറ് ഒന്ന് അടിച്ചാടാ ശരിക്കും വയ്യ. അറിയാ അടിയടാ. ഓ മാപ്പിള സൂപ്പറാ. എനക്കെന്ത് പിൻകുൻ വേണോ? അവളാ നീ എന്താ പെൻകുണ വാങ്ങിട്ട് தான் வரணும். ரெட் அடிச்சிரு. அழகு அம்மாളെ മാപ്പിള അടിതാ. ചെറുക്കൻ 2 അടിച്ച് താഴെട്ട് അടിയടാ. ഓ 2 താഴെ ഉണ്ടല്ലോടാ. 3 ആയില്ലേ? 3 അയച്ചടാ. ഏതാ അടിച്ചത്?
ഓ പോടാ. ചെറുക്ക സെറ്റ് കേട്ടാ. അടിച്ചിട്ട് പറവല്ല അടിച്ചിട്ട് അടിയടാ. ഓ സൂപ്പറാ. ഇന്നും മുടിയില്ലയാ ചേർക്ക. ഇപ്പൊ 4 ഒന്ന് അടിച്ചിട്ട് ഉമ്മാർക്ക് നഷ്ട കച്ചവടം. ആറ് എന്നാ അതിന്റെ പെങ്ങിന് എടുക്കവാ ഗിഫ്റ്റ്. പെൻഗുണ്ടാ പെൻഗുൻ എടുത്തില്ല. ഏയ് മാപ്പിളെ ഏണ്ടാ ചെറുക്ക ഗിഫ്റ്റ് എടുക്കട്ടെ. ഇവിടെ മേലെ இருக்குடா. യു ഷേപ്പാ. ഇത് അതിന് പെൻഗുനെ എടുത്തുക്കലാണ്ടാ. അതാ சொன்ன முதல்ல பென்குனே எடுத்துக்கலாம். ചേർക്കൻ പെൻഗുൻ എടുത്ത് അത്രേ ഉള്ളൂ. ಏನ್ ಬ್ರೋ ನೀವೇ ಹೇಳಿದೆ ಏನ್ ಬೇಕೇ ತಗೊಳಂದೆ. ಉಡಾಯ್ಪು ಏನ್ ಬ್ರೋ ಇದು. ಕೊಡಿ ಇವತ್ತೆ ಏನು ಅಷ್ಟೇ. ಆಪರೇಷನ್ ಓ மாப்பிள்ள அடிக்கதான் நினைச்சேன்டா. ஆனா கரெக்டா அடிச்சான்டா மாப்பிள்ள. சூப்பரா சூப்பர் மாப்பிள்ள. நீ பெரிய இது நீ பெரிய கில்லாடின்னு தெரியாம போச்சு மாப்பிள்ள. மாதிரி பெண்கும் தருவில்லை. ನನ್ನ ಫ್ರೆಂಡ್ಗೆ ಇಷ್ಟೊಂದು ಟ್ಯಾಲೆಂಟ್ ಇದೆ ನನಗೆ ಗೊತ್ತಿಲ್ಲ. ಮಾப்பிಳ ಉನக்கு இவ்வளவு ಟ್ಯಾಲೆಂಟ್ எனக்கு தெரியல மாப்பிள. இது மாப்பிள பேக் பண்ணியாச்சு. பேக் ചെയ്തു പെൻഗിനെ பேக் ചെയ്തു. ഓക്കെ ഡാമേജ് ഡാമേജ് ഉണ്ട്. ഓക്കെ പെൻഗിൻ ഡാമേജ് പെൻഗിൻ ഡാമേജ്. ഇത് நல்லா இருக்கும் மாப்பிள. ஓகே ஓகே ப்ரோ பை ப்ரோ பாப்போம். தேங்க்ஸ். என்ன பண்ணிருக்கா தெரியுமா? கம்பியை தான் வளைச்சு வச்சிருக்காரு மாப்பிள. சத்தியம்ல இது கம்பி பேர் வளைஞ்சு. ஆமாடா கம்பியை வளைச்சு வச்சிருக்காங்க. ஆனா அவன் அடிச்சான்டா மாப்பிள. அவன் 100 ரூபா கொடுத்துட்டு இது கஷ்டம்டா பாவம்டா அவன். இது என்ன மாப்பிள இது இது என்ன இது எது தெரியுமா? அந்த டச் பண்ணாம எடுத்துடணும். ஆமா மாப்பிள. கிஃப்ட் தெரியல மாப்பிள. இல்ல நினைக்கிறேன். வா போ மாப்பிள. ஆனா நீ பெரிய ആർട്ടിസ്റ്റ് നിരൂപിച്ചിട്ടാണ്ടാ. അവൻ അടിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടാ. പക്ഷെ അടിച്ച് ചെറുക്ക അടിച്ച്. എടാ എത്ര അടിച്ചാണ്ടാ? 5 അടിച്ചില്ലേ? അയ്യോ 6 അടിച്ചല്ലേ നീ? 6 അടിച്ചല്ലേ? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പൊട്ട അടിക്കുമെന്ന്. ഇവ അടിച്ച് ഷേ സീൻ ചെറുക്ക അടിച്ച്. ഇവ കൊളംബിയയിൽ പോയിട്ടേ ഇവ അടിച്ചിട്ടുണ്ടാവും. സ്റ്റിക്ക് എടുത്തിട്ട് വന്നിരിക്കണ്ടാ. സ്റ്റെൽഫി സ്റ്റിക്ക്
ஜோய்ஸ்டிக் எடுக்க அந்த இதை எடுத்துகிட்டு வராமல் இருந்தாலும் ஃபேஸே வருது. ഓ എനിക്ക് വയ്യ. ചെറുക്ക അടിച്ച് ഇത് അടിച്ച് വന്ന് 500 പോയാല്. പക്ഷെ ഇത് വർത്താണ് കേട്ടാ. കറക്റ്റ് തന്നെ മാപ്പിളെ? ഇല്ല நம்ம 250 போட்டு வந்ததுக்கு கரெக்டாக இருக்குல்ல. இல்ல மறுபடியும் ஒரு 100 ரூபா கொடுத்து போமா. உனக்கு எது வேணும், எந்த பலூன் வேணும் நான் கேட்டேன். கேட்ட பலூன் அடிச்சேன். സൂപ്പർ மாப்ள நம்ம வச்ச குறி தப்பவே தப்பு. എനിക്ക് വയ്യ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളെ പരിപാടി ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ബാംഗ്ലൂരുള്ള ജഗ്ഗൂരാണ് കേട്ടോ ഇത് സ്ഥലം. ജഗ്ഗൂരുള്ള വില്ലേജ് ഹെറിറ്റേജ് എന്തുവാടാ അത്, എന്നടാ പേരിത്, ഇടത്തോടെ പേരെന്നാ മറന്നിട്ടാണ്ടാ. വന്നത് കൊണ്ട് ഒരു സാധനം കിട്ടി. ഇല്ലടാ ഒളിമ്പിയാക്ക് പോയ എന്നടാ പറഞ്ഞ പോരാ നീ, അവൻ ഒളിമ്പിയാക്ക് പോയെന്ന് കേൾക്കണം. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഗായ്സ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ബൈ ബൈ, ഗുഡ് നൈറ്റ്.